ഇടപെടുകയാണ്. ഇപ്പോൾ അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ കൂടിയുണ്ട്. അത് ഇപ്പോൾ സർക്കാർ ഇക്കാര്യത്തിൽ ഒരു പ്രശ്നപരിഹാരം ഉണ്ടാക്കും എന്ന് മുഖ്യമന്ത്രി തന്നെ സമരസമിതിക്ക് ഉറപ്പ് നൽകിയിരിക്കുകയാണല്ലോ. എന്നിട്ടും സമരം അവിടെ തുടരുകയാണ്. അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, ഉപതെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി നേരിട്ട് ചർച്ച വിളിച്ചിരിക്കുകയാണ്. പക്ഷേ പ്രശ്നപരിഹാരം എന്ന് പറയുമ്പോൾ മുനമ്പം നിവാസികൾക്ക് അവർ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ താമസം ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രശ്നപരിഹാരം എങ്ങനെ സർക്കാരിന് സാധ്യമാകും? നിലവിലെ സർക്കാരിന്റെ നിലപാടും അതുപോലെ തന്നെ മന്ത്രിമാർ പറയുന്ന കാര്യങ്ങളും ഇത് വഖഫ് ഭൂമിയാണ് എന്നുള്ളതാണ്. അങ്ങനെ ഒരു നിലപാടിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് ഒരു പ്രശ്നപരിഹാരം സാധ്യമാവുക? മഞ്ജുഷ്, ഇതില് മുനമ്പം പ്രശ്നം രാഷ്ട്രീയപരമായും നിയമപരമായും പരിഹാരം തേടേണ്ട ഒന്നാണ്. സ്വാഭാവികമായും മറ്റിതര വഖഫ് വസ്തുക്കളിൽ നിന്ന് വ്യത്യസ്തമായി 1953 സത്താർ സേട്ട് നൽകിയിട്ടുള്ള ഒരു വഖഫ് ഡീഡിനെ തുടർന്നാണ് വസ്തുവകകൾ ഫറൂഖ് കോളേജിന്റെ ലഭിക്കും. അതിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നിയമപരമായിട്ട് വഖഫ് ഡീഡുകളിൽ ഒരിടത്തും കണ്ടീഷണൽസ് പറയാൻ പാടില്ല. ഒരുപക്ഷെ സത്താർ സേട്ട് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ നിയമപരമായി പരിശോധിച്ചു കഴിഞ്ഞാൽ അത് വഖഫ് ഡീഡായി അംഗീകരിക്കാനാവില്ല. നമ്മുടെ രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം വഖഫ് ഡീഡുകൾ എന്ന് പറഞ്ഞൊരു ഡീഡ് ഇല്ലാത്തിടത്തോളം കാലം നിയമപരമായ അത് ഗിഫ്റ്റ് ഡീഡ് മാത്രമാണ്. അങ്ങനെ ഗിഫ്റ്റ് ഡീഡിൽ ഏതെങ്കിലും കണ്ടീഷൻസ് വരികയാണെങ്കിൽ നിശ്ചയമായും ആ കണ്ടീഷൻസുകൾ ഒക്കെ വഖഫിന്റെ പരിധിയിൽ വരില്ല എന്നുള്ളത് കൊണ്ടും രണ്ടു തരത്തിൽ നിയമപണ്ഡിതന്മാരും കോടതികളും വ്യത്യസ്ത നിലപാടുകൾ ഇക്കാര്യത്തിൽ എടുത്തിട്ടുണ്ട്. ഒന്ന്, ഏതെങ്കിലും കണ്ടീഷൻസ് വഖഫിൽ ചെയ്യപ്പെട്ടിട്ടുള്ള പ്രോപ്പർട്ടീസിൽ ഏതെങ്കിലും കണ്ടീഷൻസ് കൂടി വന്നു കഴിഞ്ഞാൽ അത് നിയമപരമായി നിലനിൽക്കില്ലെന്നും അത് വോയിഡ് അബിനിഷ്യോ ആണ് എന്നും പല വിധികളിലും കണ്ടുവരുന്നു. അപ്പോ നിയമപരമായി ഇക്കാര്യത്തിൽ ഒരു പരിഹാരം തരണം. കാരണം ഫറൂഖ് കോളേജിന് ഈ വസ്തുവകൾ സത്താർ സേട്ട് നൽകുമ്പോൾ നൽകിയിട്ടുള്ള കണ്ടീഷൻസ് അവർക്ക് ക്രയവിക്രയ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായി ഒരു വസ്തുവിന്റെ ഉടമസ്ഥൻ ക്രയവിക്രയ സ്വാതന്ത്ര്യമില്ലാതെ വസ്തുവകകൾ കൈമാറ്റം ചെയ്തു കഴിഞ്ഞാൽ നിയമപരമായി അതിന് പ്രാബല്യം ഉണ്ടാവില്ല. മറ്റേതര വസ്തുക്കൾ, അഡ്വേഴ്സ് പൊസഷൻസ്, ഉദാഹരണത്തിന് ഒരു സ്വകാര്യ വ്യക്തിയുടെ വസ്തുവകകൾ കഴിഞ്ഞ 13 കൊല്ലത്തിലധികമായി ഒരാൾ കൈവശം വെച്ചു കഴിഞ്ഞാലോ, സർക്കാരിന്റെ ഭൂമി 30 കൊല്ലത്തിലധികമായി ഒരാൾ കൈവശം വെച്ചു കഴിഞ്ഞാലോ നിശ്ചയമായും ആ വസ്തുവിൽ അഡ്വേഴ്സ് പൊസഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിലപാടെടുക്കാൻ ആ കൈവശക്കാരന് കഴിയുമായിരുന്നു എങ്കിൽ ഇവിടെ വഖഫ് ഭൂമി ആയതുകൊണ്ട് അത്തരത്തിൽ അഡ്വേഴ്സ് പൊസഷൻ കൈവശക്കാരന് അല്ലെങ്കിൽ അധിനിവേശക്കാരന് എടുക്കുന്നതിന് നിയമപരമായി പരിമിതിയുള്ള ഒരു സ്പെഷ്യൽ ആക്ട് ആണ് വഖഫ് ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായും ഈ വസ്തുവകകളുടെ ക്രയവിക്രയ സ്വാതന്ത്ര്യം നൽകാൻ കഴിയാത്ത ഇല്ലാതിരുന്ന ഫറൂഖ് കോളേജിന്റെ അധികാരികൾ അല്ലെങ്കിൽ അതിന്റെ പവർ ഓഫ് അറ്റോർണി ഹോൾഡർ എങ്ങനെയൊക്കെ വസ്തുവകകൾ കൈമാറ്റം ചെയ്തോ അത് നിയമപരമായി നിലനിൽക്കില്ല. അതൊരു നിയമപരമായ പ്രശ്നമാണ്. അതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അവരുടെ റവന്യൂ അധികാരം പോലും റദ്ദ് ചെയ്യപ്പെട്ടുകൊണ്ട് ഒരു വിധി വരുന്ന സാഹചര്യത്തിലേക്ക് വന്നിട്ടുള്ളത്. അതിന് നിയമപരമായ പരിഹാരം തേടേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. ഒന്ന്. രണ്ടിതിൽ രാഷ്ട്രീയപരമായ പരിഹാരം. സാധാരണ ജനങ്ങൾ ഭൂമി വാങ്ങുമ്പോൾ കഴിഞ്ഞ 13 വർഷക്കാലത്തെ മാത്രം പ്രമാണങ്ങൾ നോക്കിയാൽ മതി, അല്ലെങ്കിൽ മറ്റിതര സാഹചര്യങ്ങളിൽ 30 കൊല്ലത്തെ മുൻപ്രമാണങ്ങൾ അടക്കം പരിശോധിച്ചുകൊണ്ട് ആണ് വസ്തുവകകൾ കൈമാറ്റം ചെയ്യുന്നത്. ഇത് കാലാകാലങ്ങളായി കൈമാറ്റം ചെയ്തു വന്ന ഭൂമിയാണ്. മുനമ്പം നിവാസികളായിട്ടുള്ള 404.75 ഏക്കർ വിസ്തൃതിയുള്ള ഈ ഭൂമിയിൽ കൈവശാവകാശവും അതുപോലെ നിയമപരമായ മറ്റിതര അവകാശങ്ങളും കൈവശം വെച്ചു പോരുന്നു. സ്വാഭാവികമായും അങ്ങനെ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിന് നിയമപരമായ പരിഹാരത്തിനൊപ്പം രാഷ്ട്രീയപരമായ പരിഹാരം ഉണ്ടാവണം. ഇപ്പൊ പരിഹാരമല്ലേ ഇതിനകത്തുള്ളൂ. കേന്ദ്ര സർക്കാരിന്റെ വഖഫ് ഭേദഗതി ബിൽ അത് നിയമമാവുക എന്നുള്ളത്, അത് പക്ഷേ LDFും UDFും അംഗീകരിക്കുന്നില്ല. ഇപ്പോൾ തന്നെ കണ്ടോളൂ, ഒരു പ്രശ്നപരിഹാരത്തിന്റെ ടേബിളിലേക്ക് പോകുന്ന സമയത്താണ് സമസ്ത തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരുന്നു മതസംഘടനകൾക്ക് ഇക്കാര്യത്തിൽ ഒരു എതിർപ്പും ഇല്ല എന്ന്. സമസ്ത ഇപ്പോൾ നിലപാട് പറഞ്ഞ കേട്ടല്ലോ, അബ്ദുസമദ് പൂക്കോട്ട് പറഞ്ഞ കേട്ടല്ലോ, ഇത് വഖഫ് ഭൂമി തന്നെയാണെന്ന്. അവർക്ക് ആ നിലപാടിൽ നിന്ന് ഒരിക്കലും പിന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഇതൊരു ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് വഖഫ് ഭേദഗതി ബിൽ അത് മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാവുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിനെ പക്ഷേ UDFും LDFും എതിർക്കുന്ന ഈ സാഹചര്യത്തിൽ മറ്റെന്ത് തീരുമാനമാണ് ഇക്കാര്യത്തിൽ വരാൻ പോകുന്നത്? അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, ഇപ്പോൾ LDF സർക്കാർ ഒരു തീരുമാനമെടുത്ത് വഖഫ് ബോർഡിനോട് ആവശ്യപ്പെടുക ഇതിന്മേലുള്ള അവകാശവാദം ഉപേക്ഷിക്കുക എന്ന്, അത് നടക്കുന്ന കാര്യമാണോ? അത് മഞ്ജുഷ്, 2024 വഖഫ് ഭേദഗതി നിയമത്തെ സംബന്ധിച്ചിടത്തോളം ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്ന ഒരു നിയമമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് കേരളത്തിലെ നമുക്കറിയാവുന്ന ദേവസ്വം
ദേവസ്വം ബോർഡുകളുടെ ഭാരവാഹികളായി മറ്റിതര സമുദായ അംഗങ്ങളെ ഉൾപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള നിയമ ഭേദഗതി വന്നാൽ കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ എന്തുമാത്രം പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നുള്ളതുപോലെ വഖഫ് സ്വത്തവകാശങ്ങളിലും വഖഫ് കൈകാര്യം ചെയ്യുന്നതിനുമായി വരേണ്ടിയിരിക്കുന്ന വഖഫ് ബോർഡുകളിൽ അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള നിയമ ഭേദഗതി വരുന്നു എന്നുള്ളതാണ് ആശങ്കാകുലകരമായിട്ടുള്ള ഒരു പ്രശ്നം. രണ്ട്, ഈ വഖഫ് നിയമങ്ങളിൽ ഈ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സ്വത്തുകൾ തിരിച്ചു പിടിക്കുന്നതിന് 41 വകുപ്പ് വഖഫ് ബോർഡിനെ ചുമതലപ്പെടുത്തുന്നതിൽ നിന്നും അത് പരിമിതപ്പെടുത്തുന്ന തരത്തിലേക്ക് വരുന്നു. അതാണ് ദുരുപയോഗപ്പെടുത്തുന്നതും അഡ്വക്കേറ്റ് BN ഹസ്കർ. ഏത് ഭൂമിയും വഖഫ് ഭൂമിയാണെന്ന് അവകാശപ്പെടുന്ന രീതിയിലേക്ക് അത് വഖഫ് ബോർഡിന് കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. അതാണല്ലോ മുനമ്പത്തും സംഭവിച്ചിരിക്കുന്നത്. മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല എന്നുള്ള കാര്യം ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു, മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല എന്ന്. പക്ഷേ ആ ഡീഡിൽ തന്നെ രണ്ടിടത്ത് വഖഫ് എന്ന പദങ്ങൾ ഉള്ളത് കൊണ്ട് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത് വഖഫ് ഭൂമിയാണെന്ന് അവകാശവാദം ഉന്നയിക്കുന്നു. പിന്നെ നിസാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ അത് വഖഫ് ബോർഡിന് അവകാശപ്പെട്ടതാണ് എന്ന രീതിയിൽ മന്ത്രിസഭ തന്നെ ഒരു തീരുമാനമെടുക്കുന്നു. ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണല്ലോ ഈ കരമടയ്ക്കാൻ പറ്റാത്ത സാഹചര്യം അവിടെ വന്നത്. കരമടയ്ക്കാൻ പറ്റില്ല എന്ന് കോടതി പറയുന്നതിന് മുൻപ് തന്നെ അവിടെ സർക്കാരാണ് അങ്ങോട്ട്, റവന്യൂ വകുപ്പാണ് അങ്ങോട്ട് ഉത്തരവിട്ടത് കരമെടുക്കരുത് എന്ന്. അതല്ല, ഇതില് നിയമപരമായ പരിഹാരങ്ങൾ തേടേണ്ടതോടൊപ്പം തന്നെ രാഷ്ട്രീയപരമായ പരിഹാരം തേടണം. ഇവിടെ ഇതര മതവിശ്വാസികളോടുള്ള ഒരു വിദ്വേഷം ജനിപ്പിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പ്രചരണം ഇക്കാര്യത്തിൽ അവസാനിപ്പിക്കുകയാണ് ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ടത്. ഇവിടെ മുനമ്പം നിവാസികളോട് വളരെ കൃത്യമായി സർക്കാർ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. സർക്കാരിന്റെ നിലപാട് വളരെ രാഷ്ട്രീയപരമായും നിയമപരമായും ശരിയായിട്ടുള്ള നിലപാട്. മുഴുവൻ ആളുകളെയും അവിടെ നിവസിക്കുന്ന ഒരാളുടെ ഭൂമി പോലും നഷ്ടപ്പെടാത്ത തരത്തിൽ വഖഫ് ബോർഡിനെയും അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിൽ വിശ്വാസ്യതയിൽ എടുത്തുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ തീരുമാനം എടുപ്പിക്കുക എന്നുള്ളതാണ്. അതിൽ നിന്നാണ് സമസ്ത അടക്കമുള്ള ആളുകളിൽ നിന്ന് വ്യത്യസ്തമായ ശബ്ദം ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. അത് എന്തുകൊണ്ടെന്നാൽ ഇതിനെ അനിതര സാധാരണമായിട്ടുള്ള പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് സാമൂഹ്യ പ്രത്യാഘാതം ഉണ്ടാകുന്ന തരത്തിലേക്ക് രാഷ്ട്രീയ പ്രാധാന്യത്തോടുകൂടി ഇതിനെ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളിടത്താണ് സമസ്ത പോലുള്ള സംഘടനകൾക്ക് വഖഫ് ഭൂമി നഷ്ടപ്പെടുന്നതിനെ സംബന്ധിച്ച് അഭിപ്രായം പറയേണ്ടി വരുന്നത്. അപ്പോൾ പോലും സമസ്തയടക്കം ഇപ്പൊ പറഞ്ഞിരിക്കുന്ന അഭിപ്രായം അവിടെ സാധാരണ ജനങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന അവർ വിലയ്ക്ക് വാങ്ങിയ ഭൂമി ഒരു കാരണവശാലും നഷ്ടപ്പെടുന്ന സാഹചര്യം സൃഷ്ടിക്കരുത്. അതൊരു രാഷ്ട്രീയ തീരുമാനത്തിന്റെ കൂടി ഭാഗമാണ്. ആ രാഷ്ട്രീയ നിലപാട് സമസ്തയെ പോലുള്ള കടുത്ത മതപക്ഷ നിലപാടെടുക്കുന്ന ഒരു മതസംഘടനയ്ക്ക് പറയാൻ കഴിയുന്നുവെങ്കിൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുള്ള വിശ്വാസ്യത കൂടി സൂചിപ്പിക്കുന്നു. അവിടെ സമസ്ത ഒരു കണ്ടീഷൻ കൂടി വെക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിലും അവർക്ക് ഭൂമി നഷ്ടപ്പെടരുത് എന്ന് പറയുമ്പോഴും വഖഫ് ഭൂമിയും നഷ്ടപ്പെടരുത് എന്നുള്ളതാണ് സമസ്തയുടെ നിലപാട്. അതായത് മുനമ്പം നിവാസികളെ അവിടെ നിന്ന് മാറ്റുക എന്നുള്ളതാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. അഡ്വക്കേറ്റ് BN ഹസ്കർ. ശ്രീ